morning, sir. Welcome to the show. Morning, Anla. Morning, viewers. യെസ് സർ, ആദ്യം തന്നെ നമുക്ക് യു എസ് വിപണിയിലേക്ക് തന്നെ പോയി നോക്കാം. യു എസ് വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു പ്രധാനമായിട്ടും സൂചികളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. ഇന്നിപ്പോൾ തീർച്ചയായിട്ടും FOMC മീറ്റിംഗ് തന്നെയായിരിക്കും യു എസ് വിപണിയെ ഏറ്റവും അധികം ഡിറ്റർമൈൻ ചെയ്യാൻ പോവുക. കാരണം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജെറോം പവലിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകളായിരിക്കും ഒരു അല്പം കൂടി വിപണി ഉറ്റുനോക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ അമേരിക്കൻ സൂചികകളിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അമേരിക്കൻ വിപണിയിൽ ബോത്ത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ നമുക്ക് കാര്യമായിട്ടൊരു മൂവ്മെന്റ് കാണാനൊന്നും സാധിച്ചില്ല. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 42,000 പോയിന്റ് ആയിരിക്കും. ആൻഡ് 40,800 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറാൻ പോകുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 19,650. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 400 മുതൽ 600 പോയിന്റിന്റെ നേട്ടം നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും ക്രൂഡിൽ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ നമുക്കൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. WTI ക്രൂഡും ബ്രെന്റ് ക്രൂഡും ഏകദേശം ഒരു 0.5% ഇടിവ് നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. WTI ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും $69.62 എന്ന നിലയിലും ഒപ്പം തന്നെ ബ്രെന്റിലേക്ക് എത്തുമ്പോഴേക്കും $73.34 എന്നൊരു നിലയിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിൽ താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ക്രൂഡിന്റെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. ബട്ട് WTI ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 72 മുതൽ 74 ഈ ഒരു റേഞ്ചിലായിരിക്കും മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. തീർച്ചയായിട്ടും സ്റ്റോപ്പ് ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. പുതിയ ലോങ് പൊസിഷൻസ് ക്രൂഡിന്റെ കേസിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. വീണ്ടും ക്രൂഡിന്റെ കേസിൽ ഒരു സെൽ ഓഫ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ $68.50 ആയിരിക്കണം. സ്വർണത്തിലേക്ക് കൂടെ വരികയാണ്. പ്രത്യേകം ഗോൾഡിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും നിലവിൽ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും $2,600 ട്രോയ് ഔൺസിന് $2,600 എന്നൊരു നിലവിൽ കൈവിട്ടിരിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ട്രോയ് ഔൺസിന് 2,599.5 എന്ന നിലയിലാണ് ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇന്നലത്തെ വ്യാപാരത്തിൽ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. ബട്ട് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വ്യാപാരത്തിൽ $2,616 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2,640 അതിനെ തുടർന്ന് $2,660 ആയിരിക്കും. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിഫ്റ്റിനെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഓൾ ടൈം ഹൈ ആയി 25,445 എന്നതിന് വളരെ അടുത്ത് വരെ എത്താൻ ഡേ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 25,441.65 എന്ന നിലയിലാണ്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,400 എന്ന ലെവൽ മറികടന്നുകൊണ്ട് കാണും. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയിൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെക്കുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി കൺസോളിഡേറ്റിംഗ്. ആൻഡ് നിഫ്റ്റി 50ൽ വീണ്ടും ഒരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 25,450 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നിഫ്റ്റി 50ൽ ഒരു 200 മുതൽ 350 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 0.07% വളരെ മാർജിനൽ ആയിട്ടൊരു നേട്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് 52,188.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 52,284.6 എന്നൊരു നിലയുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. അത് 52,300 എന്നൊരു നില ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ടച്ച് ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. മേജർ റെസിസ്റ്റൻസ് കാണുന്ന 52,400 പോയിന്റ്.
ബട്ട് ഞാൻ കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മേജർ സ്റ്റോക്ക് HDFC ബാങ്ക്. HDFC വീണ്ടും ഇന്നലെ 1680 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം വീണ്ടും മേജർ പബ്ലിക് സെക്ടർ ബാങ്ക്സിലൊക്കെ ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും അധികമായിട്ട് എടുത്തു പറയേണ്ടത് ഇറ്റ് ഈസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 790 രൂപയായിരിക്കും. 790 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30 രൂപയുടെ നേട്ടം നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. അതേസമയം ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിലും നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 243. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 10 മുതൽ 12 രൂപയുടെ നേട്ടം ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ IT മേഖലയിൽ നിന്ന് വിപ്രോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. വിപ്രോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോയിന്റ് ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിപ്രോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 13 ശേഷം, അതായത് വെള്ളിയാഴ്ച മുതൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കടന്ന് വന്നിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. വിപ്രോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിപ്രോയിൽ നമുക്ക് കാണാൻ സാധിക്കും അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്, ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. ആൻഡ് വിപ്രോയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 558 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 568 ആയിരിക്കും. അതിനുശേഷം 578, അതിനുശേഷം 590 രൂപ. അതിനോടൊപ്പം തന്നെ ഹോട്ടൽ സെഗ്മെന്റിലുള്ള ഓറിയൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓറിയൻ ഹോട്ടൽസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 10 ശേഷം നല്ലൊരു സെപ്റ്റംബർ 10 ക്രിയേറ്റ് ചെയ്ത ഒരു 52 വീക്ക് ഹൈക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പോസിറ്റീവ് ടോണിലേക്ക് കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഓറിയന്റ് ഹോട്ടലിന്റെ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് എങ്കിൽ പോലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 169 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 179, അതിനെ തുടർന്ന് 185 രൂപയിലോ ആയിരിക്കും. അതിൽ എൻ്റെ അടുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമുക്ക് വേറൊരു മേജർ ഹോട്ടൽ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ഇന്ത്യൻ ഹോട്ടൽ. ഇന്ത്യൻ ഹോട്ടൽ ഓൾ ടൈം ഹൈ ലെവൽസിൽ വളരെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് വീണ്ടും ഒരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 700 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത ടാർഗറ്റ് 711, അതിനെ തുടർന്ന് 724 ആയിരിക്കും. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി അനിൽകുമാർ എന്ന പ്രേക്ഷകൻ ഫെഡ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫെഡ് ഫിനാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ 122.4 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെഡ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഫെഡ് ഫിനാൻസ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു. എങ്കിലും ജൂൺ 4 ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോവസ്റ്റ് ലെവലിന് ഫോം ചെയ്തതിനെ തുടർന്ന് അതൊരു സൈഡ് വേസ് പാറ്റേൺ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 124 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കിരൺ എന്ന പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരിയിൽ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.5% ഇടിവിലാണ് ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഫെർട്ടിലൈസേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ നാഷണൽ ഫെർട്ടിലൈസേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ ലോങ് ടേം ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 125 രൂപ 50 പൈസയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിൽ 133 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷക സൊമാറ്റോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ദിവിത എന്ന പ്രേക്ഷകയാണ് സൊമാറ്റോയിലുള്ള ടേക്ക് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരിയിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൊമാറ്റോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഞാൻ സൊമാറ്റോയിലോട്ട് വരുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് GSPL, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോൾ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ നല്ലൊരു ടേൺ റൗണ്ട്, നല്ലൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ലോ റിസ്ക് ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 420 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 25 മുതൽ 40 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സൊമാറ്റോയുടെ കേസ് എടുക്കുമ്പോഴേക്കും സൊമാറ്റോ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 284 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത അടുത്ത ടാർഗറ്റ് 292, അതിനെ തുടർന്ന് 302, അതിനുശേഷം 312. ഷാജി എന്ന പ്രേക്ഷകൻ PVR ഐനോക്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1669 രൂപ എന്ന നിലയിൽ. PVR ഐനോക്സിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ PVR ഐനോക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് PVR ഐനോക്സ്. സോ PVR ഐനോക്സിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു, ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ബട്ട് ഈ ഒരു ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ ഓൾറെഡി നമുക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ 1657 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷക ന്യൂവാക്കോ വിസ്താസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3.5% നേട്ടം നൽകാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂവാക്കോ വിസ്താസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ന്യൂവാക്കോ വിസ്താസ് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണം. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇന്നലെ വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ആൻഡ് ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഇതൊരു സേഫ് ആയിട്ടൊരു ട്രേഡിംഗ് അവസരം നൽകുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുമില്ല. ഈ സ്റ്റോക്കിന് 2 മേജർ റെസിസ്റ്റൻസ് ഉള്ളത് 380, അതിനെ തുടർന്ന് 400 രൂപ. സന്തോഷ് എന്ന പ്രേക്ഷകൻ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% നേട്ടത്തിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസിന്റെ അണ്ടർടോൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഒരു അല്പം വീക്ക്നെസ്, ഒരു സൈഡ് വേസ് പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. കൈവച്ച് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1260 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ സ്റ്റോക്കിൽ തിരിച്ച് വീണ്ടും ഒരു ബുള്ളിഷ്നെസ് വരണമെങ്കിൽ 1350 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. സീന എന്ന പ്രേക്ഷക സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ നിലവിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു 85-86 റേഞ്ച് എത്തുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 79 രൂപ 75 പൈസയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നിപു എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്ന ഓഹരി കൂടിയാണ് ഓല ഇലക്ട്രിക് എന്ന് പറയുന്നത്. 10% ഒരു നേട്ടത്തിൽ 118.36 എന്ന നിലയിൽ അപ്പർ സർക്യൂട്ട് നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓല ഇലക്ട്രിക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
ഓല ഇലക്ട്രിക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 120 രൂപ. 120ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 10 മുതൽ 15 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 101 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്, സുനിൽ എന്ന പ്രേക്ഷകൻ കിറ്റെക്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കിറ്റെക്സ് കാർബൺസ് കഴിഞ്ഞ ദിവസം 3% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിറ്റെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ കിറ്റെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമുക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ സ്റ്റോക്കിൽ കാണുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ 478 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ഹെറിറ്റേജ് ഫുഡ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 2% നേട്ടം നൽകാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹെറിറ്റേജ് ഫുഡ്സിൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഹെറിറ്റേജ് ഫുഡ്സിന്റെ കേസിൽ ജൂൺ മാസം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് 620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ എൻട്രി ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നു. ജോയ് എന്ന പ്രേക്ഷകൻ നൈക്കയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈക്കയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നൈക്കയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 195 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.36% അടുത്തൊരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ മോട്ടോഴ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 935 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1025 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ദിനേശ് എന്ന പ്രേക്ഷകൻ REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? RECL ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 538 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണണമെങ്കിൽ 603 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്കിന് എളുപ്പത്തിന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. മധു എന്ന പ്രേക്ഷകൻ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബ്രിട്ടാനിയയുടെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത റെസിസ്റ്റൻസ് 6220 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 6320 ഒന്നിലധികം പ്രേക്ഷകർ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും GRSയും ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ആക്ച്വലി രണ്ടല്ല, മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് ഇസ് മാസഗോൺ ഡോക്ക്. സോ മാസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആൻഡ് ഗാർഡൻ റീച്ചിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും മൂന്നിലും വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഗാർഡൻ റീച്ചിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 1810 രൂപയിലെ റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 2000 2000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ഗെയിൻ മൊമെന്റം.
അറ്റ് ദ സെയിം ടൈം നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1900 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. മാസഗോൺ ഡോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 4420 രൂപ. ഈ 3 ഡിഫൻസ് സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു ഡിഫൻസ് സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ BEML ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിലാണ്. ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിൽ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 4000 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത റെസിസ്റ്റൻസ് 4150. 4150ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സർ ഡിഫൻസിനെ കുറിച്ച് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ അതേ സെഗ്മെന്റിൽ നിന്നുള്ള BHELുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BHELന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണണമെങ്കിൽ 280 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ അത് സാധ്യമായിരിക്കുമെന്ന്. മറ്റൊരു പ്രേക്ഷകൻ അദാനി പവറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി പവറിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അദാനി പവറിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ലോങ് ടേം ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് 700 രൂപയിലാണ് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് 760 760ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു ടേക്ക് കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി അദാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 865 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. ഇന്നലത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും വീണ്ടും നാളെ പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. നിരവധി ക്വയറീസ് ആണ് എത്തുന്നത്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് മാത്രമല്ല പല ഓഹരികളും നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.